Hi all, welcome to Entri Technical YouTube channel. Myself Vishnu Anand. KWA operator syllabusile mechanical ഭാഗങ്ങളാണ് നമ്മളൊരു സീരീസ് ആയി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെക്കാനിക്കൽ സിലബസിലെ KW ഓപ്പറേറ്ററിൻ്റെ മെക്കാനിക്കൽ പോർഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എൻജിൻ. അതുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻജിൻ ടെർമിനോളജി, 2 സ്ട്രോക്ക് എൻജിൻസ്, 4 സ്ട്രോക്ക് എൻജിൻസ്, എൻജിനുമായി ബന്ധപ്പെട്ട് ലൂബ്രിക്കേഷൻ എന്നീ ടോപ്പിക്കുകളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇതിൽ വരുന്ന മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ റിവറ്റിംഗ്, സോൾഡറിങ്, ബ്രേസിംഗ്, ഷീറ്റ് മെറ്റൽ, വാൽവുകൾ, പമ്പുകൾ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഷീറ്റ് മെറ്റൽ, ഇറ്റ്സ് ഓപ്പറേഷൻസ് ആൻഡ് ടേംസ്. ഇപ്പോൾ ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട വിവിധ ഓപ്പറേഷനുകൾ, അതേപോലെ തന്നെ ഷീറ്റ് മെറ്റലിൽ നിന്നും നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ടേമുകൾ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും. സോ നമുക്ക് ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട വിവിധ ഓപ്പറേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓപ്പറേഷൻ, ദാറ്റ് ഈസ് ബീഡിങ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റേസിംഗ് എ സ്ട്രിപ്പ് ഓഫ് മെറ്റൽ അറൗണ്ട് ദി എൻഡ് ഓഫ് എ റൗണ്ട് പൈപ്പ്. ഇപ്പോൾ ഒരു റൗണ്ട് പൈപ്പിൻ്റെ എൻഡിൽ ഒരു സ്ട്രിപ്പ് അതിനെ റേസ് ചെയ്ത് പൊങ്ങി വരുന്ന രീതിയിൽ ഫോം ചെയ്യിക്കുന്നു. അതിനെയാണ് നമ്മൾ ബീഡിങ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ സീ ദി ബീഡിങ് പ്രോസസ് ഇൻ ദിസ് ഫിഗർ. സോ യു ക്യാൻ സീ ദർ ഇസ് എ പ്രൊജക്റ്റിംഗ് പോർഷൻ, റേസ്ഡ് പോർഷൻ ഇൻ ദാറ്റ് സർക്കുലർ പൈപ്പ്. അതിനെയാണ് നമ്മൾ ബീഡിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ഫ്യൂവൽ ഫിൽറ്റർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്യൂവൽ ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് പൈപ്പുകളിലും അതിൻ്റെ എഡ്ജ് അതിനെ റേസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ബീഡിങ് പ്രോസസ്. സോ നെക്സ്റ്റ് ഈസ് ബ്രേസിംഗ്. അപ്പോൾ ഇതൊരു ഷീറ്റ് മെറ്റൽ ഫോമിംഗ് ഓപ്പറേഷൻ ആണ് കേട്ടോ. സോ ദ പ്രോസസ് ഓഫ് സ്ട്രെച്ചിങ് എ പീസ് ഓഫ് മെറ്റൽ ബൈ ഹിറ്റിംഗ് ഇറ്റ് വിത്ത് എ റൗണ്ട് ഹെഡ് ഹാമർ. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചോദിക്കും. ദ പ്രോസസ് ഓഫ് സ്ട്രെച്ചിങ് എ പീസ് ഓഫ് മെറ്റൽ, ഒരു മെറ്റൽ പീസിനെ സ്ട്രെച്ച് ചെയ്യുന്നു. എങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു? ബൈ ഹിറ്റിംഗ് ഇറ്റ് വിത്ത് എ റൗണ്ട് ഹെഡ് ഹാമർ. ഒരു റൗണ്ട് ഹെഡ് ഹാമർ ഉപയോഗിച്ച് മെറ്റൽ ഷീറ്റിനെ സ്ട്രെച്ച് ചെയ്യിക്കുന്ന പ്രോസസ്സ് ഏതാണ് എന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ദാറ്റ് ഈസ് ബ്രേസിംഗ്. സോ നെക്സ്റ്റ് ഓപ്പറേഷൻ, ദാറ്റ് ഈസ് ക്രിമ്പിംഗ്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് corrugating the end of a round pipe to make it smaller. അപ്പോൾ ഒരു റൗണ്ട് പൈപ്പ് അതിൻ്റെ എൻഡിനെ സ്മോളർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്രിമ്പിംഗ്. സോ ഇറ്റ് വിൽ ഫിറ്റ് ഇൻ ടു ദി എൻഡ് ഓഫ് അനദർ പൈപ്പ്. അപ്പോൾ ഒരു മറ്റൊരു പൈപ്പിൻ്റെ എൻഡിൽ അതിനെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ക്രിമ്പിംഗ് പ്രോസസ്സിൻ്റെ നീഡ്. ഓക്കെ, സോ ക്രിമ്പിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് corrugating the end of a round pipe to make it smaller so that it will fit into the end of another pipe. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളും അവിടെ കാണാം. അതേപോലെ തന്നെ ക്രിമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും നമുക്ക് ആ ഫിഗറിൽ കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് എംബോസിങ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സ്റ്റാമ്പിംഗ് പ്രോസസ് ദാറ്റ് പ്രൊഡ്യൂസസ് എ ഷാലോ റിലീഫ് ഡിസൈൻ ഓൺ ഷീറ്റ് മെറ്റൽ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചോദിക്കുക. ദ പ്രോസസ് ദാറ്റ് പ്രൊഡ്യൂസസ് എ ഷാലോ റിലീഫ് ഡിസൈൻ ഓൺ ഷീറ്റ് മെറ്റൽ. ഒരു ഷീറ്റ് മെറ്റലിൽ ഒരു ഷാലോ റിലീഫ് ഡിസൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വളരെ ഡെപ്ത് ഒന്നുമില്ല, വളരെ കുറഞ്ഞ ഡെപ്തേ ഉള്ളൂ, ഷാലോ ആണ് അല്ലേ. അപ്പോൾ ആ ഷാലോ റിലീഫ് ഡിസൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് അതിനെ എന്ത് പറയും എന്ന് ചോദിക്കും. ദാറ്റ് ഈസ് എംബോസിങ്. അപ്പോൾ എംബോസ് ചെയ്ത് ഒരു ഷീറ്റിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എംബോസിങ് ഓർക്കാനായിട്ട് ഏറ്റവും എളുപ്പം നമ്മുടെ നമ്പർ പ്ലേറ്റുകൾ നോക്കിയാൽ മതി. അപ്പോൾ ആ നമ്പർ പ്ലേറ്റുകൾ അത് ആ ഒരു ഷീറ്റിൽ, ഒരു അലൂമിനിയം ഷീറ്റിൽ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ഷീറ്റിൽ അതിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിയാൽ അതൊരു ഷാലോ റിലീഫാണ്. അതിൻ്റെ പുറകുവശത്ത് നോക്കിയാൽ ഒരു ചെറിയ ഡെപ്തിലുള്ളൊരു കുഴിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ റേസ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ എംബോസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫോമിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റോളിംഗ് ഷീറ്റ് മെറ്റൽ ഇൻ ടു പൈപ്പ് ഓർ മേക്കിംഗ് ബെൻസ് ടു ഫോം ഒബ്ജക്ട്സ്. അപ്പോൾ വിവിധ ഷേപ്പുകളിൽ നമുക്ക് ഷീറ്റ് മെറ്റലുകളെ ഫോം ചെയ്തെടുക്കാം. അപ്പോൾ ഇനീഷ്യലി അതൊരു ഷീറ്റായിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യലി ഇതൊരു ഷീറ്റായിരുന്നു. അതിൽ നിന്നാണ് ഒരു ക്യാവിറ്റി പോലുള്ള ഒരു ഷേപ്പ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കിച്ചൺ സിങ്ക് പോലത്തെ ഒരു ഷേപ്പ്, അങ്ങനെ ആ ഷേപ്പിലേക്ക് അതിനെ ഫോം ചെയ്തിരിക്കുന്നു.
ഇനി രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഇവിടെ പൈപ്പായാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് മെറ്റൽ അതിനെ സർക്കുലർ ഷേപ്പിലേക്ക് ഫോം ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ പല ഷേപ്പിൽ നമുക്ക് ഫോം ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട ഫോമിംഗ് ഡൈകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഓപ്പറേഷൻ ദാറ്റ് ഈസ് നിബ്ലിംഗ്. It is a sheet metal operation in which a definite profile is cut by using punching a series of small overlapping slits along a path. ഒരു പാത്തിന് along ആയി സീരീസ് ഓഫ് ഓവർലാപ്പിംഗ് സ്ലിറ്റുകൾ അല്ലെങ്കിൽ ഹോളുകൾ പഞ്ച് ചെയ്യുന്നതിനെയാണ് നിബ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോണ്ടൂർ കട്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ടൂൾ വേണം. അപ്പോൾ നിബ്ലിംഗ് വഴി ആ സ്പെഷ്യലൈസ്ഡ് ടൂൾ വേണം എന്നുള്ള റിക്വയർമെൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സി എ നിബ്ലിംഗ് ഹിയർ. അപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആ ഷേപ്പിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ടൂൾ വേണം. അപ്പോൾ അതിന് പകരം ഇവിടെ ഒരു സീരീസ് ഓഫ് ഹോൾസ് അത് ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ പഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഫിനിഷിംഗ് ഓപ്പറേഷൻ ഈ എഡ്ജുകൾ ഈ ഷാർപ്പായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതിനെ രണ്ടാമത് വീണ്ടും കട്ട് ചെയ്ത് കളയേണ്ടി വരും. നെക്സ്റ്റ് ഈസ് ദ പഞ്ചിങ്. അപ്പോൾ പഞ്ചിങ് എന്താണെന്ന് ചോദിക്കും. സോ പഞ്ചിങ് ഇസ് ദ സെയിം പ്രോസസ് ആസ് ബ്ലാങ്കിങ്, ബട്ട് ദ റിക്വയർഡ് പ്രോഡക്റ്റ് ഈസ് ദ മെറ്റൽ ലെഫ്റ്റ് ബിഹൈൻഡ് rather than the part is punched out. അപ്പോൾ ഇവിടെ ഒരു ഷീറ്റിൽ നിന്നും ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു പഞ്ച് വന്ന് അതിനെ സ്ട്രൈക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സർക്കുലർ ആയിട്ടുള്ള, ഇനി സർക്കുലർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം. അപ്പോൾ സർക്കുലർ പഞ്ച് വന്ന് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ആ സർക്കുലർ ഷേപ്പിലൊരു പീസ് ആ ഷീറ്റിൽ നിന്നും കട്ടായിപ്പോയി. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് പോയ പീസ് അതിവിടെ സ്ക്രാപ്പാണ്. ഇനി ഒരു വർക്ക് പീസ് അതിൽ ഹോള് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചിങ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഹോൾസ് ഇൻ ഷീറ്റ് മെറ്റൽ ബൈ ദ യൂസ് ഓഫ് ഡൈസ് ദാറ്റ് ഈസ് കോൾഡ് പഞ്ചിങ്. ഓപ്പറേഷൻ ദാറ്റ് ഈസ് ബ്ലാങ്കിങ്. അപ്പോൾ ബ്ലാങ്കുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് ബ്ലാങ്കിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓപ്പറേഷൻസ് ഇറ്റ്സ് സിമിലർ ടു പഞ്ചിങ്. സോ ബ്ലാങ്കിങ് ഇസ് ദ പ്രോസസ് ഓഫ് കട്ടിംഗ് ഔട്ട് എ പ്രീ ഡിഫൈൻഡ് ഷേപ്പ് ഫ്രം എ ഷീറ്റ് മെറ്റൽ. The part that is punched out is known as blank and is the required product. The metal left behind is waste. അപ്പോൾ ഇവിടെ പഞ്ചിങ് പോലെ തന്നെയാണ് ഒരു ഷീറ്റ് മെറ്റലിനെ ഒരു ഡൈ ആൻഡ് പഞ്ച് ഉപയോഗിച്ച് കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്ന ഭാഗം ദാറ്റ് ഈസ് ദ യൂസ്ഫുൾ പാർട്ട് ഹിയർ. അപ്പോൾ ബ്ലാങ്കുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലാങ്കിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ബ്ലാങ്കിങ്ങും പഞ്ചിങ്ങും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാകുന്ന ഒരു ഫിഗറാണിത്. ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ ആദ്യം ചെയ്യുന്നൊരു ബ്ലാങ്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ളൊരു പീസ് ഉണ്ട്, ഷീറ്റ് മെറ്റൽ ഉണ്ട്. ഓക്കെ, അതിൽ നിന്നും ഒരു ഡൈ ആൻഡ് പഞ്ച് ഉപയോഗിച്ച് ഒരു ബ്ലാങ്കിനെ കട്ട് ചെയ്ത് കൊടുത്തു. സോ കട്ട് ചെയ്തെടുത്ത ഈ പോർഷൻ ദാറ്റ് ഈസ് ദ വർക്ക് പീസ് ഹിയർ. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞ ആ റെക്റ്റാങ്കുലർ പീസ് ദാറ്റ് ഈസ് ദ സ്ക്രാപ്പ്. അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് കിട്ടി. ഇനി നമുക്ക് ആ ബ്ലാങ്കിൽ 2 ഹോളുകൾ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ 2 ഹോള് പഞ്ച് ഔട്ട് ചെയ്യണം. അപ്പോൾ ആ വർക്ക് പീസിലേക്ക് നേരത്തെ കണ്ടതുപോലെ ഒരു ഡൈ ആൻഡ് പഞ്ച് ഉപയോഗിച്ച് നമ്മൾ 2 ഹോളുകൾ ഡ്രില്ല് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഹോള് ഡ്രില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മോട്ടീവ്. ഓക്കെ, പഞ്ചിങ്ങിൽ. അപ്പോൾ കട്ട് ചെയ്ത പോർഷൻ, കട്ട് ചെയ്ത് പഞ്ച് ഔട്ട് ചെയ്ത ഭാഗം അത് ദാറ്റ് ഈസ് സ്ക്രാപ്പ് ഇൻ ദിസ് പ്രോസസ്. ഇനി വർക്ക് പീസിൽ ഹോൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചിങ് ചെയ്തത്. അപ്പോൾ അതാണ് ബ്ലാങ്കിങ് ആൻഡ് പഞ്ചിങ് തമ്മിലുള്ള വ്യത്യാസം. സോ നെക്സ്റ്റ് ഓപ്പറേഷൻ ദാറ്റ് ഈസ് പിയേഴ്സിങ്. സോ പിയേഴ്സിങ് ഈസ് ദ പ്രോസസ് ഓഫ് കട്ടിങ് സ്മോൾ സിലിണ്ട്രിക്കൽ ഹോൾസ് ഇൻ ദി ഷീറ്റ് മെറ്റൽ. അപ്പോൾ ഇവിടെ ഹോളുകൾ നിർമ്മിക്കാൻ വേണ്ടി തന്നെയാണ് പിയേഴ്സിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പക്ഷേ പഞ്ചിങ്ങിൽ നമ്മൾ വലിയ ഹോളുകളാണ് നിർമ്മിക്കുന്നത്. അവിടെ ഒരു പഞ്ച് ആൻഡ് ഡൈ ബ്ലോക്ക് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പിയേഴ്സിങ് ചെയ്യുന്നത് അത് ഒരു സ്പെഷ്യൽ ടൂൾ ഉപയോഗിച്ചാണ്. ഇൻ ദിസ് കേസ് എ സിഗ്നിഫിക്കൻറ്റ് ബർ ഈസ് ക്രിയേറ്റഡ് ഓൺ ദി ബോട്ടം സൈഡ് ഓഫ് ദി മെറ്റീരിയൽ ബീയിങ് പഞ്ച്ഡ്. ഇവിടെ ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കുലർ ഡിസ്കിനെ പഞ്ച് ചെയ്ത് കളയുകയല്ല ചെയ്തിരിക്കുന്നത്. അതിന് പകരം ഒരു ഷാർപ്പായിട്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ആ ഹോള് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകിൽ ബാക്ക് സൈഡിൽ അവിടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും.
in case of piercing. ഇതാണ് പിയേഴ്സിങ്ങും പഞ്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. സോ എ സ്ലഗ് മീൻസ് ദ മെറ്റീരിയൽ പഞ്ച്ഡ് ഔട്ട്, കട്ട് ചെയ്ത് പഞ്ച് ചെയ്ത് കളഞ്ഞ മെറ്റീരിയൽ, അതിനെയാണ് നമ്മൾ സ്ലഗ് എന്ന് പറയുന്നത്. ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പഞ്ചിങ് ബട്ട് നോട്ട് ഇൻ പിയേഴ്സിങ് വർക്ക്. അപ്പോൾ പഞ്ചിങ്ങിൽ ഒരു ഇപ്പോൾ സർക്കുലർ ആയിട്ടുള്ള ഒരു ഹോളാണ് പഞ്ച് ചെയ്യുന്നതെങ്കിൽ സർക്കുലർ ആയിട്ടുള്ള ഒരു മെറ്റൽ പീസ് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് പിയേഴ്സിങ് അതല്ല ചെയ്യുന്നത്. പിയേഴ്സിങ് ഈസ് ഫോമിങ് എ ഹോൾ ഇൻ ഷീറ്റ് മെറ്റൽ വിത്ത് എ പോയിൻറ്റഡ് പഞ്ച് വിത്ത് നോ മെറ്റൽ ഫോളോ ഔട്ട്. ഓക്കെ, അപ്പോൾ പിയേഴ്സിങ്ങിന് ഉപയോഗിക്കുന്ന ടൂളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജാണുള്ളത്. അപ്പോൾ ആ എഡ്ജ് ഷീറ്റിലേക്ക് പ്രസ് ആകുന്നതിനനുസരിച്ച് അവിടെ ഒരു ഹോള് ഫോം ചെയ്യുന്നു. ഇനി അത് തുളച്ചാണ്, ആ ഷീറ്റിനെ ഇങ്ങനെ തുളച്ചായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകുവശത്ത് അവിടെ ബർ ഫോം ചെയ്യും. പക്ഷേ പഞ്ചിങ്ങിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒരു സർക്കുലർ പഞ്ച്, ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ളൊരു പഞ്ച്, അത് ഒരു ഷീറ്റ് മെറ്റലിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആ സർക്കുലർ ആയിട്ടുള്ള ആ പോർഷൻ അതിൽ ഒരു പീസ് കട്ട് ചെയ്തു പോവുകയാണ് പഞ്ചിങ്ങിൽ ചെയ്യുന്നത്. നമുക്ക് പറയാം പിയേഴ്സിങ്ങിൽ എന്തില്ല, നോ മെറ്റൽ ഫോൾ ഔട്ട്, സ്ലഗ് ഫോം ചെയ്യുന്നില്ല. അതേപോലെ തന്നെ പിയേഴ്സിങ് ചെയ്യുന്നത് ചെറിയ ഹോളുകൾക്കാണ് ആസ് കമ്പയർഡ് ടു പഞ്ചിങ്. നെക്സ്റ്റ് ഓപ്പറേഷൻ ദാറ്റ് ഈസ് പ്ലാനിഷിങ്. സോ പ്ലാനിഷിങ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എ മെറ്റൽ സർഫസ് സ്മൂത്ത്. ഇപ്പോൾ ഒരു മെറ്റലിൻ്റെ സർഫസ് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി ബൈ ഹാമറിങ് ഇറ്റ് ഓവർ എ സ്റ്റേക്ക് ഓർ ബ്ലോക്ക്. ഒരു സർഫസ് അതിനെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി ഹാമറിൻ്റെ സഹായത്തോടെ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് പ്ലാനിഷിങ്. അപ്പോൾ അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ സി ദർ ഇസ് എ സ്റ്റേക്ക് ഫിക്സ്ഡ് ഓൺ എ വൈസ്. ഇനി അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. ആ ഷീറ്റിനെ ഒരു പ്ലാനിഷിങ് ഹാമർ, ദാറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹാമർ യൂസ്ഡ് ഫോർ പ്ലാനിഷിങ് വർക്ക്, അത് വെച്ച് സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഷീറ്റിനെ മെറ്റൽ സർഫസ് സ്മൂത്ത് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്ലാനിഷിങ് ഓപ്പറേഷൻ. സോ യു ക്യാൻ സി ദി പ്ലാനിഷിങ് ഓപ്പറേഷൻ ഇൻ എ റിയൽ കേസ്. ഇപ്പോൾ ഇവിടെ ഒരു വൈസിൽ ഒരു സ്റ്റേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു കോപ്പർ പ്ലേറ്റ് വെച്ച് ഒരു പ്ലാനിഷിങ് ഹാമർ വെച്ച് സ്ട്രൈക്ക് ചെയ്യുകയാണ്. ഓക്കെ, പ്രോസസ് ഫോർ മേക്കിംഗ് സ്മൂത്ത് സർഫസ് യൂസിങ് എ സ്റ്റേക്ക് ആൻഡ് എ പ്ലാനിഷിങ് ഹാമർ. യു ക്യാൻ സി എ പ്ലാനിഷ്ഡ് ബൗൾ ഹിയർ. അപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റ്, അതിൽ നിന്നാണ് ഈ ഒരു ബൗൾ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ അതൊരു സ്റ്റേക്കിൽ വെച്ചിട്ട് പ്ലാനിഷിങ് ഹാമറിനാണ് നമ്മളിങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ പ്ലാനിഷ് ചെയ്ത ഒബ്ജക്റ്റുകൾക്ക് അതിൻ്റെ പുറമേ പ്ലാനിഷ്ഡ് ടെക്സ്ചർ ഉണ്ടായിരിക്കും. കാരണം അത് വളരെ സ്മൂത്ത് ആയിരിക്കില്ല. കാരണം ഹാമർ വെച്ച് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്താണ് നമ്മളതിനെ ആ ഷേപ്പിലേക്ക് ഫോം ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു ടെക്സ്ചർ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്പറേഷൻ ദാറ്റ് ഈസ് perforation. So perforation is similar process to piercing. Piercing പോലെ തന്നെയുള്ളൊരു ഓപ്പറേഷനാണ് perforation. But perforation commonly consists of more than one hole that has been punched in a pattern. So we can say perforation എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിലധികം ഹോളുകൾ, അല്ലെങ്കിൽ അതൊരു ഈക്വൽ സ്പേസിങ്ങിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പാറ്റേണിൽ ഒന്നിലധികം ഹോളുകളെ പഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർഫറേഷൻ എന്ന് പറയുന്നത്. സോ യു ക്യാൻ സി 2 ടൈപ്സ് ഓഫ് പെർഫറേഷൻസ് ഹിയർ. ഓക്കെ, അപ്പോൾ ഒന്നാമത് ഒരു മെറ്റൽ ഷീറ്റാണ്. അപ്പോൾ ആ മെറ്റൽ ഷീറ്റിൽ ഒരു പ്രത്യേക പാറ്റേണിൽ ഹോളുകൾ ഡ്രിൽ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഒരു ലൈനുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഈക്വൽ സ്പേസിംഗ് ആണ് അല്ലേ. അപ്പോൾ ഒരു പാറ്റേൺ ആണ്. ഇനി രണ്ടാമത് ഓർക്കാൻ എളുപ്പത്തിന് ഇവിടെ സ്റ്റാമ്പുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാമ്പിൽ നമുക്ക് സ്റ്റാമ്പിനെ കീറിയെടുക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിനായിട്ട് ഒരു പ്രത്യേക പാറ്റേണിൽ ഒരു ഈക്വൽ സ്പേസിങ്ങിൽ ഹോളുകൾ പഞ്ച് ചെയ്തിട്ടുണ്ട് അതിലല്ലേ, പേപ്പറിൽ. അപ്പോൾ അതൊരു വലിയ ഷീറ്റാണ്, അതിലങ്ങനെ പഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് പെർഫറേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഓർക്കാൻ എളുപ്പം നമ്മളുടെ സ്റ്റാമ്പാണ്. സോ നെക്സ്റ്റ് ഓപ്പറേഷൻ ദാറ്റ് ഈസ് കൊറുഗേറ്റിംഗ്. അപ്പോൾ ഇവിടെ ഒരു റൂഫിംഗ് ഷീറ്റ് കാണിച്ചിട്ടുണ്ട്. അത്തരം ഷീറ്റുകളെ, ആ ഷേപ്പിലുള്ള ഷീറ്റുകളെ, അത് നമ്മൾ പറയുന്നതാണ് കൊറുഗേറ്റഡ് ഷീറ്റ്. ഓക്കെ, so it is the operation of forming a sheet metal into a series of straight parallel alternate ridges and grooves. So you can see alternate ridges and grooves in that sheet.
അപ്പോൾ ഇത്തരത്തിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് കുഴികളും പൊങ്ങിയ പ്രതലവും ഫോം ചെയ്യിക്കുന്ന പ്രോസസ്സ് അതിനെയാണ് നമ്മൾ കൊറുഗേറ്റിംഗ് എന്ന് പറയുന്നത്. കൊറുഗേറ്റിംഗ് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ കാർഡ്ബോർഡിന് നടുക്കായിട്ട് ഇത്തരത്തിൽ ഒരു ലെയർ ഉണ്ട് അല്ലേ. അപ്പോൾ അതിലെന്തുണ്ട്, ഓൾട്ടർനേറ്റ് ആയിട്ട് റിഡ്ജസ് ആൻഡ് ഗ്രൂവ്സ് ഉണ്ട്, പാരലൽ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഷീറ്റുകൾ അത് മാനുഫാക്ചർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കൊറുഗേറ്റഡ് റോൾസിലൂടെ കടത്തിവിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഓൾട്ടർനേറ്റ് റിഡ്ജസ് ആൻഡ് ഗ്രൂവ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് റോളുകൾ തന്നെയാണ്. ആക്ച്വലി അത് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഷീറ്റ് മെറ്റലായിരിക്കും. അത് ആ ഒരു ഷേപ്പിലുള്ള റോളുകളിലൂടെ, ഇപ്പോൾ ഇവിടെ ഫോമിംഗ് ആണ് നടക്കുന്നത് പല തരത്തിലുള്ള ഷേപ്പിലൂടെ, അതായത് പല സ്റ്റെപ്പുകളായാണ് ആ ഒരു ഷേപ്പിലേക്ക് അത് വരുന്നത്. അപ്പോൾ ആ റോളുകളിലൂടെ കയറി ഇറങ്ങി വരുമ്പോൾ അതിനെ ഓൾട്ടർനേറ്റ് ആയിട്ട് റിഡ്ജസ് ആൻഡ് ഗ്രൂവ്സ് കിട്ടുന്നു. അതിനെ നമ്മൾ പറയുന്നതാണ് കൊറുഗേറ്റിംഗ്. അപ്പോൾ ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട വിവിധ ഓപ്പറേഷനുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി അടുത്തതായി ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട കുറച്ച് ടൂളുകളും അതുപോലെ തന്നെ ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകളും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ബെഞ്ച് സ്റ്റേക്സ്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള സ്റ്റേക്കുകൾ നമ്മൾ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സോ സ്റ്റേക്സ് ആർ സ്റ്റീൽ ആൻവിൽസ് ഓഫ് വാരിയസ് സ്പെഷ്യലൈസ്ഡ് ഷേപ്സ്. പല ഷേപ്പിലുള്ള സ്റ്റേക്കുകൾ അവൈലബിൾ ആണ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. The sheet metal worker used them to form and seam sheet metal objects. അപ്പോൾ സ്റ്റേക്കുകളിൽ വെച്ചാണ് ഷീറ്റ് മെറ്റലിനെ വിവിധ ഷേപ്പുകളിലേക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേക്കിൽ വെച്ച് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഷീറ്റ് മെറ്റൽ അതിനെ ബെൻഡ് ചെയ്യിക്കാനൊക്കെ സാധിക്കും അല്ലേ. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേക്കിൽ വെച്ചിട്ട്, കാരണം ആ സ്റ്റേക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേക്കാണ്. സോ നെക്സ്റ്റ് ഈസ് ബ്രേക്ക്. സോ ബ്രേക്ക് ഈസ് എ ടൂൾ, a machine that the sheet metal worker uses for bending and folding the edges of metal. മെറ്റാലിക് ഷീറ്റുകളെ അതിനെ ഫോൾഡ് ചെയ്യുക, മടക്കുക, അതേപോലെ തന്നെ അതിൻ്റെ എഡ്ജ് ഫോം ചെയ്യുക, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ബ്രേക്ക്. സോ നെക്സ്റ്റ് ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലിപ്പുകളാണ്. സോ ദേ ആർ സ്പെഷ്യൽ സ്ട്രിപ്സ് ഓഫ് ഷീറ്റ് മെറ്റൽ ബീയിങ് ഇൻ എ മാനർ ടു കണക്ട് 2 pieces ഓഫ് ഷീറ്റ് മെറ്റൽ ഡക്ട്സ്. അപ്പോൾ 2 ഷീറ്റ് മെറ്റൽ പീസുകൾ അല്ലെങ്കിൽ 2 ഷീറ്റ് മെറ്റലിൻ്റെ ഒബ്ജക്റ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്ട്രിപ്പുകൾ, ഷീറ്റ് മെറ്റലിനെ ഒരു പ്രത്യേക രീതിയിൽ ഡിഫോം ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ക്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡക്റ്റ് അത് പല പല ഭാഗങ്ങളാണ്, പല പല കഷ്ണങ്ങളാണ്. അപ്പോൾ ആ കഷ്ണങ്ങളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോൾട്ട് ക്ലിപ്പ് ഉണ്ടോ, ഇവിടെ ഒരു ബോൾട്ട് ക്ലിപ്പ് ഉപയോഗിച്ചാണ് ആ 2 ഡക്റ്റിൻ്റെ പീസുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെ ബോൾട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ 2 ഷീറ്റുകൾ ചേർന്നിരിക്കും. ഇനി ഇവിടെ മറ്റ് തരത്തിലുള്ള ക്ലിപ്പുകളും കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ജോയിൻറ്റ് അത് ഫോം ചെയ്തിരിക്കുന്നത് സി ക്ലിപ്പ് ഉപയോഗിച്ചാണ്. ഇനി ഇവിടെ ഒരു ഫ്ലാഞ്ച് ക്ലിപ്പുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ക്ലിപ്പുകളുണ്ട്. ഇത് ഫോം ചെയ്യുന്നത് ഷീറ്റ് മെറ്റലിനെ മടക്കിയാണ്. ഇത് ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട് റോ ആസിഡ്. അപ്പോൾ റോ ആസിഡ് മീൻസ് ദാറ്റ് ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ് നമ്മൾ റോ ആസിഡ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയേണ്ട ടേമാണ് കട്ട് ആസിഡ്. ഓക്കെ, സോ കട്ട് ആസിഡ് മീൻസ് സിങ്ക് ക്ലോറൈഡ്. അപ്പോൾ അത് മാനുഫാക്ചർ ചെയ്യുന്നത് ദേ ആർ മെയ്ഡ് ബൈ പുട്ടിങ് സ്ട്രിപ്സ് ഓഫ് സിങ്ക് ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് സിങ്ക് പീസുകളെ ഇൻസേർട്ട് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്ന ആസിഡിനെയാണ് നമ്മൾ കട്ട് ആസിഡ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഹെം. ഇപ്പോൾ ഹെം എന്താണ് എന്ന് ചോദിക്കാറുള്ളതാണ്. ഇനി എ ഫോൾഡഡ് എഡ്ജ് ഓൺ എ ഷീറ്റ് മെറ്റൽ ഒബ്ജക്റ്റ്, അതിന് എന്ത് പേര് പറയുമെന്നും ചോദിക്കാറുണ്ട്. സോ ഫോൾഡഡ് എഡ്ജിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെം. അപ്പോൾ ഒരു ബ്രേക്കിൽ ഒരു ഹെം ഫോം ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഷീറ്റിൻ്റെ എഡ്ജ് അതിനെ മടക്കിയിരിക്കുന്നു, ഫോൾഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഫോൾഡഡ് എഡ്ജിനെയാണ് നമ്മൾ ഹെം എന്ന് പറയുന്നത്. പല തരത്തിലുള്ള ഹെമ്മുകളുണ്ട്. ക്ലോസ്ഡ് ഹെമ്മുണ്ട്, അതേപോലെ ഓപ്പൺ ഹെമ്മുണ്ട്, അതേപോലെ തന്നെ ടിയർ ഡ്രോപ്പ് ഹെമ്മുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള ഹെമ്മുകൾ പോസിബിളാണ്. ഇതിലാണെങ്കിലും ദാറ്റ് ഈസ് എ ഫോൾഡഡ് എഡ്ജ്. സോ നെക്സ്റ്റ് ഒരു ടൂളാണ്, ദാറ്റ് ഈസ് സ്വേജ് അല്ലെങ്കിൽ സ്വേജ് ബ്ലോക്ക് എന്ന് പറയും. ഓക്കെ,
So you can see the swage block here. അപ്പോൾ അതിൽ പല ഷേപ്പിലുള്ള എഡ്ജുകളാണ് അല്ലേ. അതിൻ്റെ 4 എഡ്ജ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 4 ഷേപ്പുകളാണ്, പല ഷേപ്പുകളിലാണ് അതിൻ്റെ എഡ്ജ്. അപ്പോൾ ഷീറ്റുകളെ ഡീഫോം ചെയ്യാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ അതിൽ സ്റ്റേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. So a special forging tool used for smoothening and finishing. സ്മൂത്തനിങ് ഓപ്പറേഷനുകൾ ചെയ്യാനും ഫിനിഷിംഗ് ഓപ്പറേഷൻസ് ചെയ്യാനും വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്വേജ്. ഒരു സ്വേജിൻ്റെ മുകൾ ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ റൗണ്ട് ഷേപ്പിലാണുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷീറ്റ് മെറ്റലിനെ റൗണ്ട് ഷേപ്പിലേക്ക് ആക്കണമെങ്കിൽ ആ ഒരു ഭാഗം ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെയല്ല, നമുക്കൊരു സ്റ്റേക്ക് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടതെങ്കിൽ ആ സ്വേജ് ബ്ലോക്കിനെ എന്ത് ചെയ്യുക, ഇതേപോലെ ഫ്ലാറ്റായി പ്ലേസ് ചെയ്യുക. അപ്പോൾ അവിടെ ആ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നെക്സ്റ്റ് ഒരു ഓപ്പറേഷനാണ്, ദാറ്റ് ഈസ് ടിന്നിങ്. സോ ഇറ്റ് ഈസ് ദ കവറിങ് ഓഫ് ആൻ ഏരിയ ഓഫ് മെറ്റൽ വിത്ത് മോൾട്ടൻ സോൾഡർ. മോൾട്ടൻ സോൾഡർ അത് ഏരിയയിൽ ഒരു മെറ്റലിൻ്റെ പുറം ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ടിന്നിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓൾസോ ആൻ ഓപ്പറേഷൻ, അല്ലെങ്കിൽ അതിനെ വയേർഡ് എഡ്ജ് ഒരു ടേം ആണെന്ന് പറയാം അല്ലേ. സോ ഇറ്റ് ഈസ് വയേർഡ് എഡ്ജ്. സോ എ ഷീറ്റ് മെറ്റൽ എഡ്ജ് ഫോൾഡഡ് അറൗണ്ട് എ പീസ് ഓഫ് വയർ. ഒരു വയറിന് ചുറ്റും ആയി അതിനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഫോം ചെയ്യുന്നതിനെ പറയുന്ന പേരാണെന്ത്, വയർ എഡ്ജ്. ഫോർ ആഡഡ് സ്ട്രെങ്ത്, അപ്പോൾ സ്ട്രെങ്ത് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് വയർ എഡ്ജുകൾ ഫോം ചെയ്യുന്നത്. കാര്യവും മുൻപ് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. So we have seen different sheet metal operations and few tools used in sheet metal and some terms related to sheet metal. So നമുക്ക് ഈ ഭാഗത്ത് നിന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചോദ്യം, what is the folded edge on a sheet metal object? അപ്പോൾ ഫോൾഡഡ് എഡ്ജിനെ എന്ത് പറയും? വാട്ട് ഈസ് എ ഫോൾഡഡ് എഡ്ജ് ഓഫ് എ ഷീറ്റ് മെറ്റൽ ഒബ്ജക്റ്റ്? ഹെം എന്ന് പറയുമോ, സീം എന്ന് പറയുമോ, ക്ലിപ്പ് എന്ന് പറയുമോ, ബീഡിങ് എന്ന് പറയുമോ? അപ്പോൾ ഫോൾഡഡ് എഡ്ജ് അതിനെ നമ്മൾ പറയുന്നത്, സോ ഹെം ഈസ് ദ ഫോൾഡഡ് എഡ്ജ് ഓഫ് ഷീറ്റ് മെറ്റൽ ഒബ്ജക്റ്റ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഓപ്പറേഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് എ ഷാലോ റിലീഫ് ഡിസൈൻ ഓൺ ഷീറ്റ് മെറ്റൽ? അപ്പോൾ ഷാലോ റിലീഫ് ഡിസൈൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണത്? ഫോമിങ്, എംബോസിങ്, സീമിങ്, ഹെമ്മിങ്. അപ്പോൾ ഷാലോ റിലീഫ് നിർമ്മിക്കുന്നത് ആ ഓപ്പറേഷൻ അതിനെ പറയുന്നത് embossing process. You can see a plate here in which a flower design is embossed. ചോദ്യം, what is the sheet metal operation if reducing the diameter of pipe? അപ്പോൾ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട്? reducing the diameter of the pipe for joining to same diameter of another pipe. അതിനെന്ത് പറയും? ക്രിമ്പിംഗ് ആണോ, ബീഡിങ് ആണോ, ഗ്രൂവിംഗ് ആണോ, കൊറുഗേറ്റിംഗ് ആണോ? അപ്പോൾ അതിനെ പറയുന്നത് കോൾഡ് ക്രിമ്പിംഗ്. ക്രിമ്പിംഗ് പ്രോസസ്സ്. അപ്പോൾ ഒരു ഷീറ്റ് മെറ്റലിൻ്റെ ഒരു പൈപ്പിൻ്റെ എഡ്ജ് അതിനെ ചെറുതാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. ചോദ്യം, വാട്ട് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് ഫോമിംഗ് എ ഷീറ്റ് മെറ്റൽ ഇൻടു എ സീരീസ് ഓഫ് പാരലൽ ഓൾട്ടർനേറ്റ് റിഡ്ജസ് ആൻഡ് ഗ്രൂവ്സ്? അപ്പോൾ സീരീസ് ഓഫ് സ്ട്രെയിറ്റ് പാരലൽ alternate ridges and grooves. അതിനെന്ത് പറയും നമ്മൾ? ബെൻഡിങ്, ക്രിമ്പിംഗ്, ഗ്രൂവിംഗ്, കൊറുഗേറ്റിംഗ്. ഓൾട്ടർനേറ്റ് ആയി റിഡ്ജസ് ആൻഡ് ഗ്രൂവ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷീറ്റ് മെറ്റൽ പ്രോസസ്സ് അതിനെ പറയുന്ന പേരാണ്, ദാറ്റ് ഈസ് കൊറുഗേറ്റിംഗ്. സി എ കൊറുഗേറ്റഡ് ഷീറ്റ് ഹിയർ. അപ്പോൾ ഇതാണ് കൊറുഗേറ്റിംഗ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് റിഡ്ജസ് ആൻഡ് ഗ്രൂവ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം, what is the operation on cylindrical sheet metal objects to provide stiffness for reinforcement or ornamentation? ഇപ്പോൾ കൂടുതൽ സ്റ്റിഫ് ആവാൻ വേണ്ടി, സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി താഴെ പറഞ്ഞതിൽ ഏത് ഓപ്പറേഷനാണ് സ്വീകരിക്കേണ്ടത്? ക്രിമ്പിംഗ് ആണ്, കൊറുഗേറ്റിംഗ് ആണ്, ബീഡിംഗ് ആണ്, ഗ്രൂവിംഗ് ആണ്. ഫോർ ദാറ്റ് പേർപ്പസ് ടു പ്രൊവൈഡ് സ്റ്റിഫ്നെസ് ഫോർ റീഇൻഫോഴ്സ്മെൻറ്റ് ഓർ ഓർണമെൻറ്റേഷൻ അതിന് ചെയ്യേണ്ട പ്രോസസ്, ദാറ്റ് ഈസ് ബീഡിങ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഓപ്പറേഷൻ ഇഫ് സർക്കുലർ ഹോൾസ് ആർ മെയ്ഡ്
in a regular pattern. അപ്പോൾ സർക്കുലർ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്? in a regular pattern or evenly spaced, ഈക്വലി സ്പേസ്ഡ് ആയി അല്ലെങ്കിൽ ഒരു റെഗുലർ പാറ്റേണിൽ ഹോളുകൾ നിർമ്മിച്ചിരിക്കുന്നു. അതിനെ എന്ത് പറയുന്നു? പെർഫറേറ്റിംഗ് ആണോ, പ്ലഞ്ചിങ് ആണോ, പഞ്ചിങ് ആണോ, പിയേഴ്സിംഗ് ആണോ? ഇറ്റ് ഈസ് എ റെഗുലർ പാറ്റേൺ. ഇനി അവിടെ ദേ ആർ മെയ്ഡ് ഇൻ എ റെഗുലർ പാറ്റേൺ ആൻഡ് ഇവൻലി സ്പേസ്ഡ്, അല്ലേ, ഈക്വലായി നിർമ്മിച്ചിരിക്കുന്നു, ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നു. ദാറ്റ് ഈസ് പെർഫറേറ്റിംഗ്. ഇസ് എ പെർഫറേഷൻ പ്രോസസ്. അപ്പോൾ ഇവിടെ ഒരു ഷീറ്റ് മെറ്റൽ കാണാം. അപ്പോൾ അതിൽ ഒരേ അളവിലുള്ള പല നമ്പർ ഓഫ് ഹോളുകൾ ഒരു പാറ്റേണിൽ പഞ്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ പെർഫറേറ്റിംഗ് എന്ന് പറയാം. ഇനി രണ്ടാമത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റാമ്പിൻ്റെ കേസാണ്. അപ്പോൾ അത് പറഞ്ഞു, ആ സ്റ്റാമ്പ് എടുത്ത് നോക്കുക, അല്ലേ. അപ്പോൾ അവിടെ അതൊരു വലിയ ഷീറ്റായിരിക്കും. അതിൽ ഇതേപോലെ ഓരോ സ്റ്റാമ്പുകളെയും കീറി എടുക്കാൻ വേണ്ടി ഒരു പാരലായിട്ടുള്ള ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള ഹോൾ അവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് പെർഫറേറ്റിംഗ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കെമിക്കൽ മെത്തേഡ് ഓഫ് സർഫസ് ക്ലീനിങ്? അപ്പോൾ നമുക്കറിയാം, ഒരു ഷീറ്റ് മെറ്റൽ അതിനെ ബ്രേസ് ചെയ്യണം അല്ലെങ്കിൽ സോൾഡറൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സർഫസ് ക്ലീൻ ആയിരിക്കണം, അല്ലേ. അപ്പോൾ അങ്ങനെ കെമിക്കൽ മെത്തേഡ് ഓഫ് സർഫസ് ക്ലീനിങ്, അതിനെ നമ്മൾ എന്ത് പറയും? പിക്ലിംഗ് എന്നാണ്, ഡീസ്കെയിലിംഗ് എന്നാണ്, ഡീഗ്രീസിങ് എന്നാണ്, ബ്ലാസ്റ്റ് ക്ലീനിങ് എന്നാണ്. അപ്പോൾ കെമിക്കൽ ഉപയോഗിച്ച് സർഫസ് ക്ലീൻ ചെയ്യുന്നു, അതിനെ നമ്മൾ പറയുന്ന പേരാണ് പിക്ലിംഗ്. സോ പിക്ലിംഗ് ഈസ് ദ കെമിക്കൽ മെത്തേഡ് ഓഫ് സർഫസ് ക്ലീനിങ്. അപ്പോൾ അടുത്ത ഒരു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോസസ് കവറിങ് ആൻ ഏരിയ ഓഫ് മെറ്റൽ വിത്ത് മോൾട്ടൻ സോൾഡർ? മോൾട്ടൻ സോൾഡർ ഉപയോഗിച്ച് ഒരു കോട്ടിങ് കൊടുക്കുന്നു. ആ പ്രോസസ്സിനെ എന്ത് പറയും? ടിന്നിങ് ആണ്, സോൾഡറിങ് ആണ്, ഡിപ്പ് സോൾഡറിങ് ആണ്, സ്പ്രേ സോൾഡറിങ് ആണ്. സോ ആ ഒരു പ്രോസസ്സ് അതിന് നമ്മൾ പറയുന്നത് ടിന്നിങ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോസസ് കവറിങ് ആൻ ഏരിയ ഓഫ് മെറ്റൽ വിത്ത് മോൾട്ടൻ സോൾഡർ? അതിന് ഉത്തരം ടിന്നിങ് ആണ്. സോ വി ഹാവ് സീൻ ഡിഫറെൻറ്റ് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ്, പലതരത്തിലുള്ള ഷീറ്റ് മെറ്റൽ ഓപ്പറേഷനുകൾ. പഞ്ചിങ് കണ്ടു, ബ്ലാങ്കിങ് കണ്ടു, പെർഫറേറ്റിങ് കണ്ടു, പിയേഴ്സിങ് കണ്ടു, അല്ലേ. അപ്പോൾ അത്തരത്തിൽ പല ഓപ്പറേഷനുകൾ നമ്മൾ കണ്ടു ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളുകൾ എന്തൊക്കെയാണെന്ന് കണ്ടു. പിന്നെ ചില ടേമുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടെ അമർത്തുകയാണെങ്കിൽ ഈ ചാനലിൽ വരുന്ന വീഡിയോസ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കട്ടെ, അതിൻ്റെ ആൻസറൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു.